ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ എന്താ പറയാ അല്ലേ, പ്രാർത്ഥനയും സപ്പോർട്ടും അല്ലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ഇതുവരെ പിടിച്ചു നിന്നതും അത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഗൈസ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഗൈസ് ഞങ്ങളുടെ വിജയവും എന്താ പറയാ ഒരു ഇത് മോട്ടിവേഷനും ഗൈസ്. അതെ ഗൈസ്, നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങൾ ഒരു ലൈക്ക് എങ്കിൽ ഒരു ലൈക്ക് നമുക്കത് പ്രശ്നമല്ല, തന്നേച്ചാ മതി. തന്നേക്കണേടാ പൊന്നെ മോനെ. അവരൊക്കെ ബിസി അല്ലടാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ബിസിയാണ്. അവരിപ്പോ നമ്മുടെ വീഡിയോ കണ്ടിരിക്കാനും നമുക്ക് നേരം കാണത്തില്ല, പക്ഷെ സമയം കിട്ടുമ്പോൾ അവർ കാണും, തീർച്ചയായിട്ടും കാണും. ഇന്നല്ലെങ്കിൽ നാളെ അവർ കാണും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. അതൊന്നും വല്ല കാര്യമൊന്നുമല്ല ഈസേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ചിലപ്പോൾ നമ്മളെ തെറി വിളിക്കും, ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യും, എല്ലാം ചെയ്യും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഗൈസ്. അതെ അതെ ഗൈസ്. അപ്പൊ ഞങ്ങള് ഇന്നത്തെ പരിപാടി ആസ് യൂഷ്വൽ സൺഡേ ആയിട്ട് ഗൈസ് നമ്മളെല്ലാം വാഴ 2 കാണാൻ പോവാണ് ഗൈസ്. എന്തായാലും അല്ലെ പറഞ്ഞ പോലെ നമുക്ക് സൺഡേ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഒരു സമാധാനം ഉറക്കം വരാത്ത പോലെയാണ്. ഒരു സൺഡേ ഒരു സിനിമ വെച്ച് കണ്ടിരിക്കണം എന്നാണ് ജോസാഫി പറയുന്നത്. ഒരു സമാധാനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങള് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് പള്ളിച്ചട്ടമ്പിയായിരുന്നു ഗൈസ്. അത് അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. ചില ഈ പറഞ്ഞ പോലെ കൊക്ക് അങ്ങനെയുള്ള കുറെ ടീമൊക്കെ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി വീഡിയോ ആയിരുന്നു. വീഡിയോ അല്ല, അടിപൊളി സിനിമയായിരുന്നു. ഈ പറയുന്നവരൊക്കെ കിടന്ന് ചിലക്കുന്നവന്മാരൊക്കെ പറഞ്ഞ പോലെ ഇവന്മാരെ കൊണ്ടൊക്കെ എന്തെങ്കിലും സാധിക്കും. ചുമ്മാ കുറ്റവും കുറവും പറഞ്ഞിരിക്കാതെ അല്ലേ, കുറ്റവും കുറവും പറയാനല്ലാതെ ഇവനെ കൊണ്ടൊന്ന് ഒരു ഡയലോഗ് പറയുന്ന പോലെ ചോയ നേരെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവനൊന്നും ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഒരു തേങ്ങയും പറയാൻ പോകുന്നില്ല. അപ്പം ഒരു സിനിമ എടുക്കാന്നൊക്കെ ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ എനിക്കറിയാം, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ എഫോർട്ടാണ്. അതെ, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഞാൻ അവനൊന്നും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും ചുമ്മാ കിടന്ന് എല്ലാം A to Z ഒരു സിനിമ ഒരുത്തന് എത്ര രൂപ മുടക്കി എന്തോരം എഫോർട്ട് ഇട്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു സിനിമ അവരെടുക്കുന്നത്. സിനിമ കഥ ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കും. അതൊക്കെ നമ്മൾ കാണുക, കണ്ടിട്ട് ഓക്കെ. ഇപ്പൊ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരാളുടെ അഭിപ്രായം ഒരാളുടെ മാത്രം ആട് 3 അതെ നമ്മൾ കണ്ടത്. ആട് 3 കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇതൊന്നുമല്ല, ഇത് ചുമ്മാതെ അങ്ങോട്ട് അവൻ അവിടെ കുത്തിയിരുന്ന് വെച്ചാൽ അത് ആ കഥാപാത്രം ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, മറ്റവൻ അങ്ങനെ ചെയ്ത് മറിച്ച് ചെയ്ത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ രാജുവേട്ടൻ വരെ വന്നിരുന്ന് പറഞ്ഞ് ഇവനൊക്കെ ചുമ്മാ ഈ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ എന്താ റിവ്യൂറന്മാർ ചുമ്മാ കുത്തിയിരുന്ന് വെച്ചാൽ കാണാൻ കൂടെ. എന്നിട്ട് പുള്ളി അതിനെ നെഗറ്റീവ് അടിക്കാതെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോരം കാശ് മുടക്കി എന്തോരം കഷ്ടപ്പെട്ട ഇവന് സിനിമ എടുക്കുന്നത്. ഈ കൊക്കും ഈ കോഴിക്കും ഒക്കെ വല്ല തേങ്ങ അറിയാവുക അല്ലേ ചേച്ചേ? ഇവനൊക്കെ എന്ത് വേണമെന്ന് ഇവനൊക്കെ എനിക്കൊന്ന് കാശ് മേടിച്ചിട്ടങ്ങാണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. പൈസ മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവനൊക്കെ ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പടം ഇഷ്ടപ്പെട്ടെങ്കിൽ കൊള്ളാം, നല്ലതാണെങ്കിൽ നല്ല, മോശമാണെങ്കിൽ മോശം, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ഇവനവിടെ കുത്തിയിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ കോണ അടിച്ചോണ്ടിരിക്കുകയാണ് അവന്റെ കോക്ക്. അപ്പൊ ഞങ്ങള് വാഴ കാണാൻ പോവാണ്. വാഴ 2 ഗൈസ്. അടിപൊളി സിനിമയാണ്. ഹാഷിറിനെ പിള്ളേരെ കാണാൻ പോവാണ് ഗൈസ്. അതെ, മറ്റേ ആ പെണ്ണിനെ ക്രഷ് അടിച്ചെന്നൊക്കെ പറയണ വീഡിയോസ് കണ്ടിട്ട് ക്രഷ് അടിച്ചത് പറഞ്ഞാൽ എനിക്കൊരു തേപ്പ് കിട്ടിയതിന് ശേഷം എനിക്ക് അയാളെ ക്രഷ് അടിക്കാറില്ല. ആര് തേച്ചപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാം പറയുന്ന പോലെ ഓരോ പാഠങ്ങളാണ് നമ്മുടെ ലൈഫിൽ. നമ്മളെല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുക, മുമ്പോട്ട് പോവുക, അത്രേ ഉള്ളു. അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ ഞങ്ങൾ നേരെ വാഴ 2 കണ്ടിട്ട് അഭിപ്രായം പറയാം. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചോളെ. അമ്മച്ചിക്ക് എന്താണ് വാഴ 2-നെ പറ്റി പറയാനുള്ളത്? പറയൂ. ഹാഷിറിനെ പിള്ളേരെ പറ്റി എന്താണ് പറയാനുള്ളത്? അറിയത്തില്ല, അമ്മച്ചിക്ക് അറിയത്തില്ല. ഇവന്മാര് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വളർന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഹാഷിർ എന്ന് പറഞ്ഞ വാഴ 1-ലുണ്ടെന്ന് തോന്നല്ലോ. പുള്ളി വാഴ 1-ല് ചെറിയൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. നിലവില് എല്ലാവരും നല്ല അഭിപ്രായം. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. എന്തായാലും ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് അല്ലേ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ തിയേറ്ററിൽ ചെന്നിട്ട് മമ്മിക്ക് എന്താ പറയാനുണ്ട്? മമ്മി പറയുന്നുണ്ട്. അതെ 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 അതെ. കേരളത്തിനെ പറ്റിയല്ല, നമ്മളിപ്പോ സിനിമയെ പറ്റി പറയുന്നത്. ഒറ്റ ലൈഫല്ലേ ഉള്ളു ഗൈസ്. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മള് തിയേറ്ററിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നേരെ ചെന്നിട്ട് നേരെ പാൻ സിനിമാസിലേക്ക് പോയേക്കാം ഗൈസ്.
ജോസാപ്പിക്ക് കാമുകിനെ കാണാൻ തോന്നും. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ. ജോസാപ്പിയുടെ കാർ എടുക്കുന്ന ജോസാപ്പിനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ജോസാപ്പി എന്താണ് വാഴ 2-നെ പറ്റി എനിക്ക് പറയാനുള്ളത്? അടിപൊളി സിനിമ എന്നാണ് ഇപ്പൊ നിലവിൽ. ആശ്രണം പിള്ളേരെ പറ്റി എന്താണ് എനിക്ക് പറയാം? നമുക്ക് അങ്ങനെ വലിയ നമ്മളെ ഒട്ടുമിക്ക സിനിമേഴ്സ് ഒക്കെ കാണും, അല്ലാതെ അതെ 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 പറഞ്ഞ പോലെ സിനിമ പൊളിയാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമല്ല, നമ്മൾ ഇതൊക്കെ കാണണോടാ. ഇതൊക്കെ ഒരു പാഷൻ അല്ലേ ഇത്. പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന ആളാണ് ജോസ്. ഇച്ചിരി നേരത്തെ അതുകൊണ്ട് കാറ് നമുക്ക് മുമ്പ് ഇട്ടിരുന്ന സ്ഥലത്ത് ഇടാൻ പറ്റുന്നില്ല, കാർ പാർക്കിംഗ് ഇങ്ങോട്ടേക്ക് ഇടാൻ പറഞ്ഞു. അതെ 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 കേസിനോട് ഞാൻ പറഞ്ഞായിരുന്നു, സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ജോസാപ്പിയാണ് നേരത്തെ ഇറങ്ങിയത്. അല്ല അമ്മച്ചി എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്താണ് പറയണോ? എന്ത് പറയാനുള്ളത്? അതെ 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 അതെ. അപ്പോൾ കാര്യം നമ്മളങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. ഓക്കെ. മന്ദം നടന്നു വരുന്ന ജോസാപ്പിനെ അമ്മച്ചീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൈസ്. അതെ 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 അതെ. നമ്മളകത്തേക്ക് കിടക്കുന്ന സെറിമണിയാണ് ഇപ്പോൾ ഗൈസ് ജോസാപ്പി നിർവഹിക്കുന്നത്. കയറുക അമ്മച്ചി, കയറി വാടോ. ഇവിടെ ഇരിക്കല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അതെ അതെ. ഇപ്പോൾ ചൂട് രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. കാരണം നമ്മൾ ഈ വണ്ടിക്കകത്തെ കാറിനകത്ത് AC-ക്കകത്ത് ഇരുന്നേച്ച് പുറത്തോട്ടേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതെ അതെ. കണ്ടിന്യൂസ് ചൂട് നിൽക്കണം അറിയത്തില്ല. എനിക്ക് AC ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ചൂടെടുക്കാനാണ്? അല്ല ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ടേക്ക് ഭയങ്കര ഗേൾഫ്രണ്ട് ഇല്ല, അത് ഓർക്കണം. ഈ കഴിഞ്ഞ നമ്മൾ എന്താ പറയുക, നമ്മുടെ പള്ളിച്ചട്ടമ്പി കാണാനായിട്ട് വന്നിട്ട് പോപ്കോൺ മേടിച്ചിട്ട് ഞാനത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ എൻ്റെ പാൻറ്റിലൊക്കെ പിടിച്ച് അവിടെ നാശമായി. രക്ഷയില്ലായിരുന്നു. അത് ഞാനങ്ങോട്ട് ചെന്നപ്പോഴേക്ക് കട്ടനാ? ഏത് കട്ടൻ വേണം ഗൈസ്. അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ അന്ന് ബീച്ചിലൊക്കെ പോകുന്നൊക്കെ ഓർത്തായിരുന്നു. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വീണ്ടും ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയി ഞങ്ങൾ ഒടുക്കത്തെ തരും. അതാ മറ്റേ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിക്കാൻ നോക്കട്ടെ. അത് പറ്റുമെങ്കിൽ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ. നമുക്ക് കട്ടൻ മേടിക്കണം. ഇവിടെ കട്ടൻ കിട്ടും. പിന്നെ എനിക്ക് കട്ടൻ തന്നെ വേണോ? ഇപ്പോൾ കുടിക്കണം. സമയം ഈ ഉച്ചയ്ക്ക് ഞാൻ മേടിച്ചോണ്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ 2:55 സിനിമ നമ്മൾ കണ്ടിട്ട് ബാക്കി കട്ടൻ ചായ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കട്ടൻ ചായ മേടിച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വരാം. പട്ടി ഷോ. ഫോട്ടോ ആരുടെ ഫോട്ടോ? അത് പിന്നെ എടുക്കാമല്ലോ. നമ്മൾ സ്ക്രീൻ 3 ആണ് കേസ്. ഓക്കെ. അതെ, ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരലാണ്. Later that same evening. ഗൈസ്, അപ്പോൾ പടം കണ്ടിറങ്ങിയായിരുന്നു. വാഴ 2 കണ്ടു. കൊള്ളാം, നല്ല സിനിമ, നല്ല പടം. ഇമോഷണൽ വൈസ് ഒക്കെ കുറച്ച് കണക്ട് ആകുന്നുണ്ട്. അടിപൊളി. അല്ല, ഇപ്പോഴത്തെ പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഇത് ഉണ്ട്. പിന്നെ ഒരു നമ്മള് കഥയെല്ലാം മുമ്പൊക്കെ പല സമയത്ത് ഇങ്ങനെ ബോണ്ട് കാണിക്കുന്നുണ്ട്. അനിയനും ചേട്ടനും, പിന്നെ ആങ്ങളെയും പെങ്ങളും, അച്ഛനും മോനും, അങ്ങനത്തെ കുറെ ബോണ്ട്. ഇമോഷണൽ വൈസ് അതൊക്കെ അവസാനം ആകുമ്പോ കഥ മുമ്പോട്ട് പോകും. അല്ല, കഥ പറയുന്ന പോലെ നമ്മൾ പലതവണയൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് എടുത്തിരിക്കുന്ന രീതി കൊള്ളാന്ന് തോന്നുന്നു, അല്ലേ? കുറച്ച് കണ്ടിരിക്കാം. പിന്നെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് സീക്വൻസ് ഒക്കെ ഒരുമാതിരി ഇച്ചിരി ബോറായിട്ട് തോന്നിയായിരുന്നു.
ആ ഫോണൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ട് പോലെ ചെയ്തല്ലേ. അതൊക്കെ അലമ്പായിരുന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇച്ചിരി ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി നീട്ടി പാടത്തിന് നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെന്ന് ചിലതൊക്കെ ഇത്തിരി ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യങ്ങൾ ഇച്ചിരി നീട്ടി കാണിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. ഓവറോൾ അടിപൊളിയാണ്. പിന്നെ അവസാനം എനിക്ക് തോന്നുന്നു നമ്മുടെ പടം തീർന്നു കഴിഞ്ഞിട്ടുള്ളൊരു സീനുണ്ട്. പടം തീർന്നു കഴിഞ്ഞൊരു കട്ട് സീനുണ്ട് ഗൈസ്. അത് നിങ്ങള് പടം ഇത് അങ്ങനെയല്ല, ഇറങ്ങി പോകാതെ അവസാനം വരെ ഇരുന്ന് കാണണം. അല്ല, ഇറങ്ങി പോകേണ്ട കാര്യമില്ല, ഇറങ്ങി പോകണ്ട, പെട്ടെന്ന് കണക്റ്റഡ് ആണ്. അപ്പൊ അത് കൊള്ളാം. അത് കുറച്ച് ക്രെഡിറ്റ്സ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ കാണിക്കും. കുറച്ച് സെന്റിയൊക്കെ അടിച്ചിരുന്നാലും ഒന്ന് എനർജറ്റിക് ആയിട്ട് അഗേജും വിടാനായിട്ടുള്ള ഒരു സീൻ. അവസാനം കുറച്ച് ഇമോഷണൽ കുറച്ച് ഇതാവും. അപ്പൊ പിന്നെ കൊള്ളാം, എനർജൈസ് ചെയ്തിട്ടാണ് ഗൈസ് അവസാനം എല്ലാരും പറഞ്ഞു വെച്ചാൽ അതുപോലെ അടിപൊളി സിനിമ. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ. പിന്നെ പിള്ളേർ വാഴ ഫസ്റ്റിലെ ആൾക്കാർ വരുന്നുണ്ട് അവസാനം. ഓക്കെ, അതല്ലടാ, അത് ഓക്കെ, അതാണ് ഞാൻ സീൻ അടിപൊളിയാക്കി. സ്പോയിലർ ആണ്. പിന്നെ ഈ ഹാഷിർ എന്ന് പറഞ്ഞ അവന്റെ പേര് ഹാഷിർ എന്ന് തന്നെയാണ്. ഹാഷിർ എന്ന് തന്നെ ഇതില് ഇത് യൂസ്. ഓക്കെ, അപ്പൊ അവന് ഇതിന് മറ്റേ വാഴ ഫസ്റ്റ് റിയൽ ലൈഫില് ഹാഷിർ, സിനിമയില് ഹാഷിർ. ഞാൻ ചോദിക്കുന്നത് വാഴ ഫസ്റ്റിൽ എന്തോ ഒരു സീനിലുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈം ആണ് അഭിനയിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ മെയിൻ ഒരു ക്രെഡിറ്റഡ് റോളി ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാരും കൊള്ളാം. അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നു. പിള്ളേർ സെറ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. അപ്പൊ എന്തായാലും കണ്ടിരിക്കാം അല്ലേ. കണ്ടിരിക്കാം, അടിപൊളിയാണ്. ഇമോഷണൽ വൈസ് അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞത്ര ഒരു കോമഡി ഉണ്ട്. പക്ഷെ എന്നാലും ഞാനത് മുഴുനീള ഒരു കോമഡി എന്റർടൈനർ ആണെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷെ ഇത് കുറച്ച് കോമഡി പ്ലസ് ഒരു ഇമോഷണൽ വൈസ്, പിന്നെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ഫാമിലി ബോണ്ടിങ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്ന സിനിമയാണ്. എന്തായാലും പടം വിജയിച്ചു. ആൾക്കാർ ഇപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ഇപ്പോഴേ ഹൗസ്ഫുൾ ആയിരുന്നു അയച്ചത്. ഇപ്പൊ മൂന്നാമത്തെ ആഴ്ച, തേർഡ് വീക്ക് അല്ലേ, തേർഡ് സെക്കൻഡ് വീക്ക് ഭയങ്കര സൺഡേ ആയിരുന്നു. സൺഡേ നമ്മൾ പോയത്. എന്തായാലും ആളുണ്ടായിരുന്നു, നല്ല ആളായിരുന്നു. എന്തായാലും പടം വിജയിച്ചു. നമ്മൾ കൂടുതൽ പറഞ്ഞ പോലെ അവിടെ കൊക്കിനെ പോലെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊച്ചു പിള്ളേർ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ആണ് കഴിച്ചു. ജോസാപ്പിയുടെ അടുത്തിരുന്ന ഒരു ചെറുക്കൻ ഭയങ്കര ബഹളായിരുന്നു. പിള്ളേർ വരെ കാണാൻ വരുന്നുണ്ട് സിനിമ. അടിപൊളി, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അതിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ജോസാപ്പിയുടെ പ്രായമുള്ള ആൾക്കാർ വരെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പടം അടിപൊളിയായി. അടിപൊളി പടം കഴിച്ചു. എല്ലാവരും പോയി കാണാം. ഫ്രണ്ട്സ് ഉള്ളവർ ഫ്രണ്ട്സുമായിട്ട് വരിക, സിബിലിങ്സ് ഉള്ളവർ ചേട്ടനും അനിയനാണ് അവരുമായിട്ട് വരിക, അങ്ങളും പെങ്ങളുമാണ് അവരുമായിട്ട് വരിക, അച്ഛനും മോനും ഉണ്ടെങ്കിൽ അച്ഛനും മോനുമായിട്ട് വരിക. ഇവരൊക്കെ ഒരു പ്രത്യേക ഇമോഷണൽ വൈസ് കാണിക്കുന്നുണ്ട് സിനിമയിൽ. പ്രത്യേക ബോണ്ടിങ് കാണിക്കുന്നുണ്ട് ഇവരുടെ. അത് അവർക്ക് ഇങ്ങനെ കണക്റ്റഡ് ആവും സിനിമ. നമ്മള് രക്തബന്ധങ്ങള് തിരിച്ചറിയണം. അതൊക്കെ ഒരു ബോണ്ടിങ് വെറുതെ ഒരു ചേട്ടൻ അനിയനായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരേ പ്രായക്കാരാകുമ്പോ മിക്കവാറും ഇടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായി. പക്ഷെ എങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതാ പറഞ്ഞ് ഇങ്ങനെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് മമ്മിക്ക് ചോദിക്കാം, മമ്മിക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കാം. സിനിമയെക്കാളും വെല്ലുന്നൊക്കെ കേരളത്തിൽ നടക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, അതല്ല സിനിമ ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചത്. സിനിമ നടക്കുന്നത് അവര് കാണിച്ചു, എല്ലാ മനുഷ്യരല്ലേ മമ്മി, മനുഷ്യരുടെ കഥയല്ലേ എല്ലാ സിനിമയിലൂടെയും കാണിക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ വേണം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതിന് ഇനി പടം എടുക്കുമല്ലോ, ഇനി സമയമുണ്ടല്ലോ. ഇതായിരുന്നു കാശ് ഇന്നത്തെ ഞങ്ങളുടെ വാഴ 2ന്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടമായി. അടുത്തൊരു പടം കൂടി കാണാനുണ്ട്, മോഹിനിയാട്ടം കൂടെ കാണാനുണ്ട് ഗൈസ്. നമ്മുടെ പെൻഡിങ് ലിസ്റ്റ് മോഹിനിയാട്ടം കൂടെ ഉണ്ട് ഗൈസ്. നമ്മൾ എൻജോയ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അല്ലേ. ഓവറാക്കരുത്, ഓവറാക്കി ചളവാക്കി കുളവാക്കരുത്. നമ്മളെപ്പോഴും നമ്മുടെ പറയുന്ന പോലെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ ലൈഫ് കളറാക്കുക. പിന്നെ നമ്മൾ ഡെവലപ്പ് ആകുക അല്ലേ. നമ്മളെപ്പോഴും ഒരുപോലെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മള് കഴിവുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുക, നമ്മൾ ലൈഫ് അടിച്ചു പൊളിക്കുക. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ഇറ്റ്സ് മീ ജയ്സാപ്പി ആൻഡ് ജോസാപ്പി, പിന്നെ മമ്മി കൂൾ ആൻഡ് സൈനിങ് ഔട്ട്. പേഴ്സണൽ കാര്യങ്ങളൊന്നും പുറത്ത് പോയി അടിച്ചു പോയി. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്തു കായ്ക്കണ ഷെല്ലല്ലേ.